വെൽക്കം ടു ട്രിപ്പിൾ പ്രോഫിറ്റ് അനാലിറ്റിക്സ് വീക്ക്ലി സ്റ്റോക്ക് മാർക്കറ്റ് വ്യൂയുടെ 28th സെപ്റ്റംബർ. ഇന്ന് നമ്മൾ കവർ ചെയ്യുന്നത് 30th സെപ്റ്റംബർ മുതൽ 4th ഒക്ടോബർ വരെയുള്ള വീക്കാണ്. കഴിഞ്ഞ വീക്കിലും ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് ബുള്ളിഷായിട്ടുള്ള ആ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുന്നത് തന്നെയാണ് നമ്മൾ കണ്ടത്. കഴിഞ്ഞ വീക്കിൽ നമ്മൾ ഇപ്പോൾ കാണുന്നത് നിഫ്റ്റിയുടെ വീക്ക്ലി ചാർട്ടിൽ നമുക്ക് കാണാൻ സാധിക്കും. നിഫ്റ്റി പുതിയൊരു ലൈഫ് ടൈം ഹൈ കഴിഞ്ഞ ഫ്രൈഡേയിലും സെറ്റ് ചെയ്തു. കഴിഞ്ഞ ഫ്രൈഡേയിൽ സെറ്റ് ചെയ്ത പുതിയ ലൈഫ് ടൈം ഹൈ ആണ് 26,277 എന്നുള്ളത്. അതിനുശേഷം നിഫ്റ്റി ഫ്രൈഡേയിൽ ക്ലോസ് ചെയ്തത് 26,178 388 പോയിൻറ്റ്സ് കൂടെ ആഡ് ചെയ്താണ് കഴിഞ്ഞ വീക്കിൽ നിഫ്റ്റി ക്ലോസ് ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ സെൻസെക്സും പുതിയൊരു ലൈഫ് ടൈം ഹൈ ഫ്രൈഡേയിൽ സെറ്റ് ചെയ്തു 85,978 എന്നുള്ള ഒരു പുതിയ ലൈഫ് ടൈം ഹൈ ടെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് സെൻസെക്സും 85,571 ക്ലോസ് ചെയ്തതെന്ന് നമുക്ക് ഈ ചാർട്ടിൽ നിന്ന് കാണാൻ സാധിക്കും. അതുപോലെ നമുക്ക് നിഫ്റ്റിയുടെ മിഡ് ക്യാപ്പ് ഇൻഡെക്സിൻ്റെ ചാർട്ടിലൂടെ നോക്കാം. ഇപ്പോൾ കാണുന്നത് നിഫ്റ്റിയുടെ മിഡ് ക്യാപ്പ് ഇൻഡെക്സ് ആണ്. ചാർട്ടിൽ മിഡ് ക്യാപ്പ് ഇൻഡെക്സ് ക്ലോസ് ചെയ്തിരിക്കുന്നത് 60,381 ആണ്, 81 അതുപോലെ നിഫ്റ്റിയുടെ സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് ക്ലോസ് ചെയ്തിരിക്കുന്നത് 19,242 നമുക്ക് കാണാൻ സാധിക്കും. കഴിഞ്ഞ വീക്കിൽ നമുക്ക് വീക്ക്ലി ഫ്യൂച്ചേഴ്സ് എക്സ്പയറി ഡേയിൽ നമുക്ക് ട്രേഡേഴ്സ് ബുള്ളിഷ് ബെറ്റുകൾ ക്യാരി ഫോർവേഡ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ക്യാരി ഫോർവേഡ് എന്ന് പറഞ്ഞാൽ ഈ മാസത്തിലെ പൊസിഷൻസ് നെക്സ്റ്റ് ഒക്ടോബർ മന്തിലേക്ക് റോൾ ഓവർ ചെയ്യുന്നതിനെയാണ് ക്യാരി ഫോർവേഡ് ചെയ്യുക എന്ന് പറയുന്നത്. എന്തായാലും നമുക്ക് ഈ നിഫ്റ്റിയുടെ പൊസിഷൻസ് റോൾ ഓവർ നോക്കുകയാണെങ്കിൽ 78.8%ൻ്റെ റോൾ ഓവറാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് കഴിഞ്ഞ സീരീസിലാണെങ്കിൽ 77.5% മാത്രമാണ് ഉണ്ടായിരുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ നമുക്ക് മാർക്കറ്റ് ഈ റോൾ ഓവർ ഹയർ ആയതുകൊണ്ട് തന്നെ നമുക്ക് വരും ദിവസങ്ങളിൽ നിഫ്റ്റി ഒരു 26,600 ലെവലിലേക്കുള്ള ഒരു മൂവ്മെൻ്റാണ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നത്. എന്തായാലും റോൾ ഓവർ വളരെ നല്ല രീതിയിൽ തന്നെ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മാർക്കറ്റിൻ്റെ ആ ബുള്ളിഷ് ട്രെൻഡ് അടുത്ത ദിവസങ്ങളിലും കണ്ടിന്യൂ ചെയ്യും എന്ന് തന്നെയാണ് ഞാനും എക്സ്പെക്റ്റ് ചെയ്യുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ നിഫ്റ്റിയിലേക്ക് 3 സ്റ്റോക്കുകളെ പുതിയതായിട്ട് ആഡ് ചെയ്യുകയുണ്ടായി. ട്രെൻഡും അതുപോലെ ഭാരത് ഇലക്ട്രോണിക്സും കാനറ ബാങ്കുമാണ് നിഫ്റ്റി 50 സ്റ്റോക്കുകളിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇതിൽ ഈ പുതിയതായിട്ട് ആഡ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും ട്രെൻഡിലേക്ക് ഒരു $500 million അഡീഷണൽ ഇൻഫ്ലോ ആണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതേസമയം മറ്റ് BELലേക്ക് ഒരു $350 million ഒരു ഇൻഫ്ലോ കൂടെ ഈ നിഫ്റ്റി ഇൻക്ലൂഷൻ കൊണ്ട് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്കുകൾ രണ്ടും ഒരു അപ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുമെന്ന് തന്നെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അതേസമയം നിഫ്റ്റിയിൽ നിന്നും എക്സ്ക്ലൂഡ് ചെയ്യുന്ന സ്റ്റോക്കുകൾ ഡിവിസ് ലാബോറട്ടറീസും അതുപോലെ തന്നെ L&T മൈൻട്രിയാണ്. ഈ സ്റ്റോക്കുകൾ ആ 2 സ്റ്റോക്കുകളും നിഫ്റ്റിയിൽ നിന്ന് മൂവ് ചെയ്യുന്നതുകൊണ്ട് തന്നെ കുറേ ഫണ്ട് ഔട്ട്ഫ്ലോ വരുന്നതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്കുകളുടെ ഒരു സെല്ലിംഗ് പ്രഷറും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യണം. അതുപോലെ നമുക്ക് ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് കഴിഞ്ഞ ദിവസത്തിൽ പുതിയതായിട്ട് വരുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ് എന്നുള്ളൊരു കാര്യം, ഇത് ഇപ്പോൾ മാർക്കറ്റിൽ എൻട്രി ചെയ്യാൻ പറ്റിയ സമയമാണോ എന്നുള്ളൊരു കാര്യം എൻ്റെ അടുത്തൊരു വ്യൂവർ ചോദിക്കുകയുണ്ടായി. അപ്പോൾ ബേസിക്കലി നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ എൻട്രി ചെയ്യാനായിട്ട് ഒരു പർട്ടിക്കുലർ ടൈം ഇല്ല. മാർക്കറ്റിലേക്ക് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ക്യാപിറ്റലുള്ള ഏത് സമയത്തും എൻട്രി ചെയ്യാം. അതുപോലെ തന്നെ നമ്മളൊരു പർട്ടിക്കുലർ ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ മാർക്കറ്റിൽ നിന്നും മൊത്തത്തിൽ എക്സിറ്റ് ചെയ്തു പോകുന്നതും നിങ്ങൾ ഒരു പക്ഷേ സ്റ്റോക്ക് മാർക്കറ്റിൽ സ്ഥിരമായിട്ടുള്ള ആൾക്കാർ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. അവരെന്നും സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റേഴ്സായിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു പർട്ടിക്കുലർ സമയത്ത് എൻട്രി ചെയ്യുകയും അതിനുശേഷം പിന്നീട് അവിടെ നിന്ന് എല്ലാം വിറ്റ് മാറിപ്പോവുകയും ചെയ്യാനുള്ളൊരു ഏരിയ അല്ല. അവിടെ സ്ഥിരമായിട്ട് നമ്മൾ നിക്ഷേപിക്കുകയും അവസരങ്ങൾ കണ്ടെത്തുകയും ആ അവസരങ്ങളിലൂടെ പ്രോഫിറ്റ് നേടിക്കൊണ്ടിരിക്കുകയും ചെയ്യാനുള്ള ഒരു ഏരിയ ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. അതുപോലെ സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ പുതിയതായിട്ട് വരുന്നവർ പ്രത്യേകിച്ചും വരുമ്പോൾ ആദ്യം തന്നെ ഐഡൻറ്റിഫൈ ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ഇവിടെ ട്രേഡിംഗ് അല്ലെങ്കിൽ സ്പെക്കുലേഷൻ എന്നുള്ള ഏരിയ കംപ്ലീറ്റായിട്ട് അവോയ്ഡ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അതിലേക്ക് നമ്മൾ ഒട്ടും തന്നെ നമ്മുടെ ഒരു സമയം സ്പെൻഡ് ചെയ്ത് അല്ലെങ്കിൽ പണം സ്പെൻഡ് ചെയ്ത് അത് പഠിക്കാനായിട്ട് ശ്രമിക്കുക പോലും വേണ്ട. നമ്മൾ നേരിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ മാത്രം ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രം സെലക്ട് ചെയ്യുക.
അവിടെ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് മാത്രമാണ് നമ്മൾ പോകുന്നത് എന്നുണ്ടെങ്കിൽ അതുപോലെ ഈ ഡെറിവേറ്റീവ്സ് എന്നുള്ള ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് പോലെയുള്ള സെഗ്മെൻറ്റിനെല്ലാം മാറ്റിക്കൊണ്ട് അവോയ്ഡ് ചെയ്തുകൊണ്ട് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു 90% ലോസ് വരാനുള്ള പോസിബിലിറ്റികളെയും നമ്മൾ അവിടെ തന്നെ നമ്മൾ ഇല്ലാതാക്കിയിരിക്കുന്നു. പിന്നീട് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ആംഗിളിലേക്ക് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് പറയുന്നത് നമ്മൾ ഈ പെന്നി സ്റ്റോക്കുകൾ പോലെ ഫണ്ടമെൻ്റൽസ് ഇല്ലാത്ത കമ്പനികൾ, ഒരുപക്ഷെ നമ്മൾ ചില കമ്പനികളിലൊക്കെ അവരുടെ സെയിൽസ് റവന്യൂ തന്നെ വളരെ ചെറിയ ഫിഗേഴ്സുള്ള സെയിൽസ് റവന്യൂ ഉള്ള കമ്പനികളുടെ ഷെയർസൊക്കെ ചിലപ്പോൾ ട്രേഡ് ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷേ അങ്ങനെയുള്ള കമ്പനികളൊക്കെ മാറ്റി നിർത്തി നല്ലൊരു ബിസിനസ് മോഡലുള്ള കമ്പനികൾ മാത്രം ഇൻവെസ്റ്റ് ചെയ്യും എന്നുള്ള കാര്യത്തിൽ തീരുമാനിച്ചാൽ തന്നെ കുറേ അധികം നമ്മൾക്ക് സേഫ്റ്റി നെറ്റിലേക്ക് നമ്മൾ വരികയാണ്. അപ്പോൾ ആ ഒരു ട്രേഡിങ്ങോ സ്പെക്കുലേഷനോ ചെയ്യാതെ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് വരികയും ഇൻവെസ്റ്റ്മെൻറ്റിൽ തന്നെയും നല്ല സ്റ്റോക്കുകൾ സെലക്ട് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ഒരു നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് നേടാവുന്ന രീതിയിലേക്ക് വരും. അതുപോലെ നമ്മളൊരു സ്റ്റോക്ക് അല്ലെങ്കിൽ കുറച്ച് സ്റ്റോക്കുകൾ, ഒരു പോർട്ട്ഫോളിയോ സ്റ്റോക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു എന്നുണ്ടെങ്കിൽ ചില സമയങ്ങളിൽ മാർക്കറ്റിന് ഒരു കൺസോളിഡേഷൻ്റെ പേസുകളെ കൂടെ ഒക്കെ കടന്നു പോകും. അതായത് മാർക്കറ്റിന് വലിയ മൂവ്മെൻറ്റ് ഇല്ലാതെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത സ്റ്റോക്കുകൾ കാര്യമായിട്ട് മൂവ്മെൻറ്റ് ഇല്ലാതെ ഇരിക്കുന്ന സമയത്ത്, അങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മളൊരു പേഷ്യൻസ് കാണിക്കണം. അങ്ങനെയുള്ള സമയത്ത് മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയും നമ്മുടെ സ്റ്റോക്കുകൾ അടുത്ത ഒരു പെർഫോമൻസിന് വേണ്ടി വെയിറ്റ് ചെയ്യാനുള്ള ഒരു പേഷ്യൻസ് കൂടെ ലഭിക്കുക. അങ്ങനെ ആ ഒരു പേഷ്യൻസ് കൂടെ നമ്മൾ കാണിക്കുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഓവർ എ പീരിയഡ് ഹ്യൂജ് പ്രോഫിറ്റ് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് നേടാൻ സാധിക്കും. ഇൻവെസ്റ്റേഴ്സായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരുന്നവർ ഇൻവെസ്റ്റേഴ്സായിട്ട് തന്നെ തുടരുക. ഏതെങ്കിലും ഒരു സമയത്ത് ഒരു മാർക്കറ്റ് ഒരു കൺസോളിഡേഷനിലൂടെ പോകുമ്പോൾ നമുക്കൊരു പക്ഷേ കുറച്ച് ബോറിംഗ് ആയിട്ടുള്ള സമയങ്ങളിൽ കൂടെ പോകും. ആ സമയത്ത് ട്രേഡേഴ്സ് ആയി മാറാതിരിക്കും പ്രത്യേകം ശ്രദ്ധിക്കണം. പലരും ചില സ്റ്റോക്കുകളെല്ലാം വിറ്റ് താഴെ ലെവലിൽ എൻട്രി ചെയ്യാൻ ശ്രമിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്ത് അവരുടെ കയ്യിൽ നിന്ന് ആ സ്റ്റോക്കുകൾ നഷ്ടപ്പെട്ടു പോകാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാതെ വളരെ പേഷ്യൻസോടുകൂടി മാർക്കറ്റിൻ്റെ കൺസോളിഡേഷൻ പീരീഡിൽ സ്റ്റോക്കുകൾ ഹോൾഡ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം. കഴിഞ്ഞ ആഴ്ചയിൽ ഷുഗർ സ്റ്റോക്കുകൾ ഒരു റാലി നടത്തുകയുണ്ടായി. നമ്മൾ കഴിഞ്ഞ ദിവസത്തിൽ നമ്മൾ ഫുഡ് മിനിസ്റ്റർ പ്രഹ്ലാദ് ജോഷി കഴിഞ്ഞ ദിവസത്തിൽ ഗവൺമെൻറ് എത്തനോൾ പ്രൈസസ് ഇൻക്രീസ് ചെയ്യുന്നതിനെക്കുറിച്ചും അതുപോലെ തന്നെ മിനിമം സെല്ലിംഗ് പ്രൈസ് ഷുഗറിൻ്റേത് കൂട്ടുന്നതിനെക്കുറിച്ചുമൊക്കെ സംസാരിച്ചപ്പോൾ കുറച്ച് സ്റ്റോക്കുകളിൽ കാര്യമായിട്ടൊരു മൂവ്മെൻറ്റ് നമ്മൾ കാണുകയുണ്ടായല്ലേ. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട സ്റ്റോക്കുകൾ നമുക്ക് നോക്കാം. രേണുക എന്നുള്ള സ്റ്റോക്ക് നമ്മൾ നോക്കൂ. രേണുകയുടെ ചാർട്ടാണ് നമ്മൾ കാണുന്നത്. കഴിഞ്ഞ ദിവസത്തിൽ സ്റ്റോക്ക് നല്ലൊരു റാലി നടത്തി 10% ഉയർന്നാണ് രേണുക ഫ്രൈഡേയിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ മറ്റൊരു സ്റ്റോക്ക് നല്ലൊരു റാലി നടത്തിയതാണ് ബലാർപൂർ ചിനി എന്നുള്ള സ്റ്റോക്ക്. ബലാർപൂർ ചിനി 6.86% റാലിയാണ് ഫ്രൈഡേയിൽ നടത്തിയെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ രണ്ട് സ്റ്റോക്കുകളും നമ്മൾ വരും ദിവസങ്ങളിലും ഈ എത്തനോൾ പ്രൈസിൻ്റെ ഹൈക്കിൻ്റെ പ്ലാനിങ് നടക്കുന്നതുകൊണ്ട് തന്നെ, പ്രപ്പോസൽ ഉള്ളതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലും നല്ല രീതിയിൽ പെർഫോം ചെയ്യുമെന്ന് തന്നെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അതുപോലെ നമുക്ക് കഴിഞ്ഞ ദിവസത്തിൽ ഫ്രൈഡേയിൽ പബ്ലിക് സെക്ടർ ഓയിൽ കമ്പനീസ് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നത് നമ്മൾ കാണുകയുണ്ടായി. അപ്പോൾ അതിൽ IOC നോക്കൂ, നമ്മളിപ്പോൾ കാണുന്ന IOCയുടെ ചാർട്ടാണ്. IOC ഒരു 5% ഉയർന്ന് വളരെ നല്ല രീതിയിൽ മൂവ് ചെയ്താണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാം. അതുപോലെ BPCLൻ്റെ ചാർട്ടാണ് നമ്മൾ കാണുന്നത്. BPCLും 6.43% റാലി നടത്തി ആണ് മൂവ് ചെയ്ത് ക്ലോസ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ ഹിന്ദുസ്ഥാൻ പെട്രോളിയം ഇതിൻ്റെ സ്റ്റോക്കും ഒരു 3.79% റാലി നടത്തിയതിന് ശേഷമാണ് കഴിഞ്ഞ ദിവസത്തിൽ ഹിന്ദുസ്ഥാൻ പെട്രോളിയം ക്ലോസ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും ഈ മൂന്ന് പബ്ലിക് സെക്ടർ പെട്രോളിയം കമ്പനീസും വളരെ നല്ല രീതിയിലാണ് കഴിഞ്ഞ ആഴ്ചയിൽ പെർഫോം ചെയ്തത്. അടുത്ത ആഴ്ചയിലും ഈ ഒരു പെർഫോമൻസ് കണ്ടിന്യൂ ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതുപോലെ നമുക്ക് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ ഞങ്ങൾ കുറേയധികം ഡയമണ്ട് പിക്കിൻ്റെ റെക്കമെൻഡേഷൻസ് ഞങ്ങൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുകയുണ്ടായി. അപ്പോൾ അതിൽ ചില റെക്കമെൻഡേഷൻസിൻ്റെ എങ്ങനെയാണ് അതിൻ്റെ സാമ്പിൾസ് എന്നുള്ളത് നമുക്ക് വീഡിയോയിലൂടെ നമ്മൾ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതിൽ നോക്കൂ, നമ്മൾ ഡയമണ്ട് പിക്ക് 5 R സിസ്റ്റംസ് എന്നുള്ള സ്റ്റോക്ക് ഞങ്ങൾ
175 ലെവലിൽ ജൂലൈ 21 എൻ്റർ ചെയ്തതിന് ശേഷം ഈ സ്റ്റോക്ക് ഒരു 525 ലെവലിലേക്കൊക്കെ മൂവ് ചെയ്തപ്പോൾ നമുക്കൊരു 200%ഓളാണ് ആർ സിസ്റ്റംസ് എന്നുള്ള സ്റ്റോക്കിൽ നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് സാധിച്ചത്. അപ്പോൾ അതുപോലെ മറ്റൊരു ഡയമണ്ട് പിക്ക് 8 LG എക്യുപ്മെൻറ്റ്സ് എന്നുള്ള സ്റ്റോക്ക് 300 ലെവലിൽ എൻ്റർ ചെയ്തതിന് ശേഷം ഒരു 650 ലെവലിലേക്ക് മൂവ് ചെയ്തപ്പോൾ ഒരു പ്രോഫിറ്റ് നമുക്ക് ബുക്ക് ചെയ്യാനായിട്ട് വളരെ നല്ല മോർ ദാൻ 100%ൻ്റെ പ്രോഫിറ്റ് നമുക്ക് ബുക്ക് ചെയ്യാനായിട്ട് സാധിച്ചു. അതുപോലെ ഡയമണ്ട് പിക്ക് 10 സാൽസർ ഇലക്ട്രോണിക്സ് ഞങ്ങളൊരു 175 ലെവലിലായിരുന്നു എൻ്റർ ചെയ്തിരുന്നത്. അതിനുശേഷം ഈ സ്റ്റോക്ക് 943 ലെവലിലേക്കൊക്കെ മൂവ് ചെയ്തപ്പോൾ മോർ ദാൻ 400%ൻ്റെ പ്രോഫിറ്റാണ് നമുക്ക് സാൽസർ ഇലക്ട്രോണിക്സിൽ ബുക്ക് ചെയ്യാനായിട്ട് സാധിച്ചത്. അതുപോലെ ഡയമണ്ട് പിക്ക് 12 സെൻടെക് ആ സ്റ്റോക്കിൽ ഞങ്ങൾ 185 ലെവലിലായിരുന്നു എൻ്റർ ചെയ്തിരുന്നത്. അതിനുശേഷം ഈ സ്റ്റോക്ക് 1673ലേക്ക് മൂവ് ചെയ്തപ്പോൾ മോർ ദാൻ 800%ൻ്റെ പ്രോഫിറ്റാണ് നമുക്ക് സെൻടെക്കിൽ ബുക്ക് ചെയ്യാനായിട്ട് സാധിച്ചത്. അതുപോലെ ഡയമണ്ട് പിക്ക് 16A ടൈം ടെക്നോപ്ലാസ്റ്റ് ഞങ്ങൾ എൻ്റർ ചെയ്തിരുന്നത് 80 ലെവലിലായിരുന്നു. അതിനുശേഷം ഈ സ്റ്റോക്ക് ഒരു 385 ലെവലിലേക്ക് മൂവ് ചെയ്തപ്പോൾ മോർ ദാൻ 380%ൻ്റെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് നമുക്കൊരു ഡയമണ്ട് പിക്ക് 16Aയിലും സാധിക്കുകയുണ്ടായി. അതുപോലെ ഏറ്റവും ലേറ്റസ്റ്റ് ഞങ്ങൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തത് ഡയമണ്ട് പിക്ക് 18 ഗബ്രിയലാണ്. ഈ സ്റ്റോക്ക് ഞങ്ങൾ 275 എൻ്റർ ചെയ്തതിന് ശേഷം 550 പ്രോഫിറ്റ് ബുക്ക് ചെയ്തപ്പോൾ ഒരു 100%ൻ്റെ പ്രോഫിറ്റ് ഞങ്ങൾക്കതിൽ ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുണ്ടായി. അതുപോലെ ഞങ്ങൾ ഗോൾഡൻ പിക്ക് സീരീസ് എന്നുള്ള ആ സ്റ്റോക്കിൽ ആ സീരീസിൽ ഞങ്ങൾ ലേറ്റസ്റ്റ് പ്രോഫിറ്റ് ബുക്ക് ചെയ്തിരുന്നത് മാർസൻസ് ഫാമയാണ്. ഈ സ്റ്റോക്ക് ഞങ്ങൾ 160 ലെവലിലായിരുന്നു എൻ്റർ ചെയ്തത്. അതിനുശേഷം ഈ സ്റ്റോക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ 328 ലെവലിലേക്കൊക്കെ മൂവ് ചെയ്തപ്പോൾ മോർ ദാൻ 100%ൻ്റെ പ്രോഫിറ്റിലേക്ക് മാർസൻസ് ഫാമയും വരികയുണ്ടായി. അപ്പോൾ ഞങ്ങളുടെ കുറേയധികം റെക്കമെൻഡേഷൻസ് ഇതുപോലെ ഡയമണ്ട് പിക്കുകളും ഗോൾഡൻ പിക്ക് സീരീസിലൂടെയും കുറേയധികം പ്രോഫിറ്റ്സ് നേടി തന്നിട്ടുള്ള കുറേ റെക്കമെൻഡേഷൻസ് ഉണ്ട്. ഞങ്ങൾ കഴിഞ്ഞ ആഴ്ചയിൽ ഞങ്ങളുടെ ഏറ്റവും ലേറ്റസ്റ്റ് ഗോൾഡൻ പിക്ക് 8 ഞങ്ങൾ റിലീസ് ചെയ്യുകയുണ്ടായി. അതുപോലെ തന്നെ ഡയമണ്ട് പിക്ക് 24 ഞങ്ങളുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡയമണ്ട് പിക്ക് റിലീസാണ്. ആ സ്റ്റോക്കും ഇപ്പോൾ നമുക്കൊരു ബൈ റേഞ്ചിൽ തന്നെ അവൈലബിൾ ആണ്. ഈ 2 സ്റ്റോക്കുകൾ നമുക്ക് ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാവുന്ന ലെവൽസിലാണ് ഉള്ളത്. അതുപോലെ നമുക്ക് കുറച്ച് ഞങ്ങളുടെ വ്യൂവേഴ്സിൻ്റെ ഞങ്ങളുടെ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഫീഡ്ബാക്കുകളൊന്ന് നമുക്ക് നോക്കാം. ഞങ്ങളുടെ ഒരു ക്ലയൻറ്റിൻ്റെ ഒരു സ്വിംഗ് ഡെലിവറി റെക്കമെൻഡേഷൻസിൽ അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് അദ്ദേഹം പറയുന്നത്. ഗുഡ് ആഫ്റ്റർനൂൺ സജീർ സാർ. ഇന്നത്തേക്ക് സ്വിംഗ് ഡെലിവറി പ്ലാൻ എടുത്തിട്ട് 1 ഇയർ ആയിട്ടുണ്ട്. അപ്പോൾ സാറിനോടൊരു നന്ദി പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വോയിസ് അയക്കുന്നത്. കാരണം ഞാനൊരു 4 വർഷത്തിന് മേലായിട്ട് കോവിഡിന് ശേഷം യൂട്യൂബിൽ കാണുന്നതാണ് സാറിൻ്റെ വീഡിയോ. ഏകദേശം ഒരു 3 വർഷത്തോളം നമ്മളെ വീഡിയോ കണ്ടതിന് ശേഷമാണ് ഞാൻ ഈ പ്ലാൻ എടുത്തത്. പ്ലാൻ എടുക്കുന്നതിന് മുന്നേ കുറേ നാളുകളായിട്ട് ഇങ്ങനെ തിങ്കിങ് ആയിരുന്നു. കാരണം വെച്ചാൽ ഇപ്പോൾ ഒരു പ്ലാൻ എടുത്തു, ഇത്ര ഒരു പേയ്മെൻറ്റ് കൊടുത്തിട്ട് നമുക്കത് അഫോർഡബിൾ ആയിരിക്കുമോ? കാരണം വെച്ചാൽ ഒരു 6 ലക്ഷം രൂപയാണ് എൻ്റെ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ ഒരു 57 ഷെയറോളം ദീപാവലി പിക്ക് അടക്കം 57 ഷെയർ തരുമ്പോൾ എല്ലാ വീക്കിലും മേടിക്കുമ്പോഴും അപ്പുറത്തെ ഒരു സെല്ലിങ് ഉണ്ടായിരിക്കുമോ? സെല്ലിങ് ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫ്ലക്ച്വേഷനൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ബെനിഫിറ്റ് ആവുമോ എന്നൊക്കെ കുറേ ഡൗട്ട് ഉണ്ടായിരുന്നു. പിന്നീട് നമ്മളത് എടുത്തു, ആ റിസ്ക് എടുത്തിട്ട് നമ്മൾ എടുക്കുകയാണ് ചെയ്തത്. ഇന്നത്തേക്ക് 1 വർഷമായി ആ പ്ലാൻ എടുത്തിട്ട്, ഇന്നത്തേക്ക് റിന്യൂവൽ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഏകദേശം ഒരു 6 ലാഖിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിൽ ഏകദേശം ഒരു 1,85,000 ടോട്ടൽ എനിക്ക് ഇൻകം കിട്ടിയിട്ടുണ്ട്. എൻ്റെ പ്രോഫിറ്റായിട്ട് 1,85,000 ഉണ്ട്. അതിൽ സാറിൻ്റെ പ്ലാൻ എമൗണ്ട് കഴിഞ്ഞാലും എനിക്ക് അപ്രോക്സിമേറ്റ് 25% ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് 25% പ്രോഫിറ്റ് ഉണ്ട്. അപ്പോൾ ഞാനൊരു പ്രതീക്ഷകളൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെയാണ്. പിന്നെ എനിക്ക് ഏറ്റവും വലിയൊരു കംഫർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഒരു 1 ഇയർ ആയിട്ട് നല്ല ബിസിയാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് എനിക്ക് ഷെയർ നോക്കാനോ പഠിക്കാനോ ഒന്നും പറ്റില്ല. അപ്പോൾ സാറിൻ്റെ ആ തരുന്ന പ്ലാൻ മാത്രമാണ് ഞാൻ നോക്കുന്നത്, എടുക്കുന്നു, അപ്പോൾ തന്നെ GTT ഓർഡർ ഇട്ടിട്ട് വയ്ക്കുകയാണ് പതിവ്. ഞാനപ്പോൾ GTT ഓർഡർ ട്രിഗർ ചെയ്ത് പോകുമ്പോഴാണ് പല സ്റ്റോക്കുകളും അറിയുന്നത്. ചിലപ്പോൾ നമ്മൾ നോക്കൽ ഒരു ദിവസത്തിൽ ഒരു വട്ടമൊക്കെ നോക്കി പോകുന്നല്ലാണ്ട് അങ്ങനെ ഉണ്ടാവാറില്ല. അപ്പോൾ ഈ ഒരു ലാസ്റ്റ് ടൈമിൽ ഏറ്റവും ബെസ്റ്റായിട്ട് എനിക്ക് തോന്നിയത് കാരണം വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു എഫേർട്ട് ഞാൻ എടുക്കേണ്ടി വന്നിട്ടില്ല. ഈ ഒരു 1.85 ലാക്സ് കിട്ടാനായിട്ട് എനിക്ക് വലിയൊരു എഫേർട്ടൊന്നും എടുത്തിട്ടില്ല. ഞാൻ ആ പ്ലാൻ എടുത്ത് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ അതിലെനിക്ക് ഒരുപാട് നന്ദിയുണ്ട് സാറിൻ്റെ അടുത്ത്. അപ്പോൾ ഒരു താങ്ക്സ് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനിയും അടുത്തത് റിന്യൂ ചെയ്യാനായിട്ട് ഇരിക്കുകയാണ് നാളെ. താങ്ക് യു സാർ.
താങ്ക് യു. ഇത് തന്നെയാണ് നമ്മുടെ ട്രിപ്പിൾ പ്രോഫിറ്റ് അനലിറ്റിക്സിൻ്റെ സർവീസിൽ നിന്നും ഉദ്ദേശിക്കുന്നത്. അതായത് ഞങ്ങളുടെ പ്ലാനുകൾ അല്ലെങ്കിൽ പാക്കേജുകൾ എടുക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ട് ഞങ്ങൾ പറയുന്ന ഒരു ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യുക എന്നുള്ളതും, അതിനുശേഷം നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള പ്രൊഫഷണൽ അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. വേണമെങ്കിൽ GTT ഓർഡേഴ്സ്, സെൽ ഓർഡേഴ്സൊക്കെ ഇട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ സെൽ ഓർഡേഴ്സും ട്രിഗർ ചെയ്ത് പോവുകയും ചെയ്യും. അപ്പോൾ ഒരു ഇയർ എൻഡിൽ എത്തുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വലിയ സമയം സ്പെൻഡ് ചെയ്യാതെ കുറേയധികം പ്രോഫിറ്റ് നേടാനായിട്ട് നമ്മുടെ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനായിട്ടൊക്കെ സാധിച്ചിട്ടുണ്ടായിരിക്കും. അതാണ് ആ ഒരു വ്യത്യാസം. അല്ലെങ്കിൽ നേരിട്ട് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ കുറേയധികം കാര്യങ്ങൾ അനലൈസ് ചെയ്യാനും അതുപോലെ തന്നെ ഡെയിലി ന്യൂസുകൾ കാണാനും ഇങ്ങനെയൊക്കെ മാർക്കറ്റ് ഡെയിലി സമയത്ത് വാച്ച് ചെയ്യാനൊക്കെ ശ്രദ്ധിച്ച് ചെയ്താൽ പലപ്പോഴും നിങ്ങളുടെ റെഗുലർ റൂട്ടൈൻ വർക്കുകൾ അത് വലിയ രീതിയിൽ ഡിസ്ട്രാക്ട് ചെയ്യും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതിൽ അവസാനം ഒരു പക്ഷേ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനും സാധിക്കണമെന്നില്ല. അപ്പോൾ ഞങ്ങളതൊരു പ്രൊഫഷണൽസിൻ്റെ സർവീസ് ആയതുകൊണ്ട് തന്നെ അതിൽ കൃത്യമായിട്ടുള്ള ഡയറക്ഷൻസ് നിങ്ങൾക്ക് വരുന്നുണ്ടാവും. അത് വളരെ സിമ്പിളായിട്ടുള്ള വളരെ ആവശ്യമുള്ള സമയങ്ങളിൽ മാത്രം ഞങ്ങൾ മെസ്സേജുകൾ അയക്കുന്നതുകൊണ്ട് അതിൽ അങ്ങനെയുള്ള സമയത്ത് മാത്രം അതിനകത്ത് ആക്ഷൻസ് എടുത്താൽ മതിയാകും. അതുകൊണ്ട് തന്നെയാണ് ഇതുപോലെയുള്ള സർവീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം എന്നുള്ള ഒരു ഒന്നുകൂടെ ഞാൻ റിമൈൻഡ് ചെയ്യുകയാണ്. അതുപോലെ മറ്റൊരു ഫീഡ്ബാക്കാണ്, ഡിയർ സജീഷ് സാർ, ഐ ആം റൈറ്റിംഗ് ടു എക്സ്പ്രസ് മൈ പ്രൊഫൗണ്ട് ഗ്രാറ്റിറ്റ്യൂഡ് ഫോർ ദ ഇൻവാല്യുബിൾ ഗൈഡൻസ് ആൻഡ് സപ്പോർട്ട് യു ഹാവ് പ്രൊവൈഡഡ് ത്രൂ യുവർ ഡയമണ്ട് ആൻഡ് ഗോൾഡൻ പിക് സബ്സ്ക്രിപ്ഷൻസ്. As a bank manager with a limited time to monitor each stock, your expertise has been nothing short of a blessing. I recently booked full profit in Golden Peak, Marsans Pharma, and secured my initial capital in the Diamond Peak Gabriel as per your advice. Another Diamond Peak Castrol, which I averaged during dips on your recommendations, is also nearing a 100% profit. This consistent success has given me confidence and peace of mind even during market fluctuations. I no longer fear downturns, knowing that the quality of stocks you recommend will bounce back stronger than ever. I have invested rupees 5 lakhs each in 4 Diamond Peaks and 3 lakhs in a Golden Peak. Although Diamond Peak 17 has recently dipped into negative territory from 50% profit, I continue to hold on to it, fully trusting your judgment. This, I believe, is a testament to the faith I have in your selections. മറ്റൊരു ഫീഡ്ബാക്കിലേക്ക് ഒന്ന് പോകാം. യുവർ വീഡിയോസ് ആർ മോർ ഇൻസ്പയറിംഗ് ഫോർ ദ ഇൻവെസ്റ്റേഴ്സ്, എസ്പെഷ്യലി അറ്റ് ദ ടൈം ഓഫ് മാർക്കറ്റ് കറക്ഷൻ. You inspired and I built my investment world. After 3.5 years, my investment is above 1.5 crores now. I never thought that I can make this money through my salary, but you are my real hero in life. Thanks for the support. മറ്റൊരു ഫീഡ്ബാക്കാണ്, I just wanted to say big thank you for recommending the Golden Peak 4. I am really happy to let you know that I hit the target just as you promised. Your advice has truly made a difference. I have just subscribed to your new package, Triple Swing Delivery, and I am really looking forward to seeing where this journey takes us next. I trust your guidance completely and I am excited for what is ahead. Thanks again for your support and for always being there with solid advice. മറ്റൊരു ഫീഡ്ബാക്കാണ്, സാറിൻ്റെ വീഡിയോ ഇപ്പോൾ പുതിയതായി സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരുന്നവർക്കുള്ള ഒരു റെഫറൻസ് ആണ്. അതിനോട് കൂടെ എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്കൊരു കാര്യം പറയാനുള്ളത്, ട്രിപ്പിൾ പ്രോഫിറ്റ് അനാലിറ്റിക്സ് യൂട്യൂബ് ചാനലിൽ ഉള്ള ഷെയർ മാർക്കറ്റ് ബേസിക്സ് എന്ന പ്ലേലിസ്റ്റിൽ നിന്നും 90ഓളം വീഡിയോസ് കണ്ട് മനസ്സിലാക്കണമെന്നാണ്. കഴിഞ്ഞ 5 വർഷം മാത്രം എത്ര വലിയ അവസരങ്ങളാണ് അറിയാൻ ശ്രമിക്കാത്തത് കൊണ്ട് പലർക്കും നഷ്ടമായത് ആ വീഡിയോകളിൽ നിന്ന് മനസ്സിലാക്കും. ഒപ്പം ഇനിയുമുള്ള 5 വർഷം ചെറുതായി തുടങ്ങി നല്ലൊരു വെൽത്ത് പോർട്ട്ഫോളിയോ ഉണ്ടാക്കിയെടുക്കുന്നതിനെ കുറിച്ച് പഠിക്കാനും മാർക്കറ്റിനെ എന്തെല്ലാം കാര്യങ്ങളാണ് സ്വാധീനിക്കുന്നതെന്ന് ആ അവസരങ്ങളിൽ ഇൻവെസ്റ്റേഴ്സ് എന്ത് ചെയ്യണമെന്നുള്ള കാര്യങ്ങളും മനസ്സിലാക്കാൻ സാധിക്കും. ഇവ മനസ്സിലാക്കി ക്ഷമയോടെ ഒപ്പം സജീഷ് സാറിനെ പോലുള്ള ആളുകളുടെ സഹായത്തോടെ ഇൻവെസ്റ്റ് ചെയ്താൽ എല്ലാവർക്കും സാമ്പത്തിക സ്വാതന്ത്ര്യം നേടാൻ സാധിക്കും. അടുത്തതായിട്ട് നമുക്കിനി ഞങ്ങളുടെ സ്വിംഗ് ഡെലിവറിയും അതുപോലെ വെൽത്ത് ബിൽഡർ പാക്കിൽ ഞങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത റെക്കമെൻഡേഷൻസ് ഒന്ന് നോക്കാം.
ഞങ്ങൾ കഴിഞ്ഞ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഞങ്ങൾ റെക്കമെൻഡ് ചെയ്തിരുന്ന ക്യാമ്പസ് ആക്റ്റീവ് വയർ എന്നുള്ള സ്റ്റോക്ക് ഞങ്ങൾ 325 എൻ്റർ ചെയ്ത സ്റ്റോക്കായിരുന്നു. കഴിഞ്ഞ ദിവസത്തിൽ ഞങ്ങളുടെ ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ടുള്ള 370 എത്തിയപ്പോൾ അതിൽ സ്റ്റോക്കിൽ ഒരു 13% പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കുകയുണ്ടായി. മറ്റൊരു സ്റ്റോക്കാണ് സെഞ്ചുറി പ്ലൈ എന്നുള്ള സ്റ്റോക്ക്. ഈ സ്റ്റോക്ക് ഞങ്ങളൊരു 660 ലെവലിലായിരുന്നു ഞങ്ങൾ എൻ്റർ ചെയ്തിരുന്നത്. അതിനുശേഷം ഈ സ്റ്റോക്ക് ഒരു 910 ലെവലിലേക്ക് റാലി നടത്തിയപ്പോൾ ഞങ്ങൾക്ക് ഒരു 37% പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് സെഞ്ചുറി പ്ലൈയിൽ സാധിക്കുകയുണ്ടായി. അതുപോലെ നാഷണൽ അലുമിനിയം എന്നുള്ള ഞങ്ങളുടെ വെൽത്ത് ബിൽഡ് പാക്ക് ഞങ്ങൾ 120 ലെവലിൽ എൻ്റർ ചെയ്തിരുന്നതാണ്. ഈ സ്റ്റോക്ക് ഒരു 210 ലെവലിലേക്ക് മൂവ് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് ഒരു 75% പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുണ്ടായി. അതുപോലെ അഡ്വാൻസ് എൻസൈംസ് ഞങ്ങൾ 450 ഒരു ആവറേജ് 450 ലെവലിൽ എൻ്റർ ചെയ്ത സ്റ്റോക്ക് 540 ഞങ്ങൾക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്തപ്പോൾ ഒരു 20% പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് സാധിച്ചു. അതുപോലെ ഹൈക്കാൽ എന്നുള്ള സ്റ്റോക്ക് ഞങ്ങൾ 300 എൻ്റർ ചെയ്തതിന് ശേഷം 390 പ്രോഫിറ്റ് ബുക്ക് ചെയ്തപ്പോൾ ഒരു 30% പ്രോഫിറ്റും ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുണ്ടായി. അതുപോലെ പ്രിസം ജോൺസൺ ഞങ്ങൾ 140 എൻ്റർ ചെയ്തിരുന്നത്. 230 ഞങ്ങൾക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് സാധിച്ചപ്പോൾ 64% പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് പ്രിസം ജോൺസണിൽ സാധിക്കുകയുണ്ടായി. അതുപോലെ പ്ലാസ്റ്റിക് ബ്ലെൻസ് ഞങ്ങൾ 280 എൻ്റർ ചെയ്തതിന് ശേഷം 390 പ്രോഫിറ്റ് ബുക്ക് ചെയ്തപ്പോൾ ഒരു 40% പ്രോഫിറ്റാണ് ഞങ്ങൾക്ക് പ്ലാസ്റ്റിക് ബ്ലെൻസിൽ ബുക്ക് ചെയ്യാനായിട്ട് സാധിച്ചത്. അതുപോലെ മറ്റൊരു ദീപ് ഇൻഡസ്ട്രീസ് എന്നുള്ള സ്റ്റോക്ക് 288 എൻ്റർ ചെയ്തതിന് ശേഷം 405 പ്രോഫിറ്റ് ബുക്ക് ചെയ്തപ്പോൾ ഒരു 40% പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കുകയുണ്ടായി. അതുപോലെ നമുക്ക് കഴിഞ്ഞ വീക്കിൽ ബെസ്റ്റ് പെർഫോമിംഗ് സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഈ സ്റ്റോക്കുകൾ ലോയിഡ്സ് മെറ്റൽസ് ആൻഡ് എനർജി 17% ഉയർന്നും, ജെയിം ഫിനാൻഷ്യൽസ് 16% ഉയർന്നും, മിൻഡ കോർപ്പറേഷൻ 15% ഉയർന്നും, സിയാറ്റ് 15% ഉയർന്നും, വേദാന്ത 14% ഉയർന്നും, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര 13% ഉയർന്നും, നാഷണൽ അലുമിനിയം 13% ഉയർന്നും, ബ്ലൂ സ്റ്റാർ 13% ഉയർന്നും, എസ്കോട്ട്സ് 13% ഉയർന്നും, ഭാരത് പെട്രോളിയം 13% ഉയർന്നും, ഗോദാവരി പവർ ആൻഡ് ഇസ്പാറ്റ് 12% ഉയർന്നും, ശ്രീ രേണുക 12% ഉയർന്നും, ഗെയിൽ 12% ഉയർന്നും, ബൽറാംപൂർ ചീനി 12% ഉയർന്നു. അതുപോലെ എലക്ട്രോൺ എഞ്ചിനീയറിംഗ് 11% ഉയർന്നുമാണ് ക്ലോസ് ചെയ്തത്. ഈ സ്റ്റോക്കുകൾ എല്ലാം തന്നെ ഒരു അപ് ട്രെൻഡിൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റോക്കുകളാണ്. അതുകൊണ്ട് ഈ സ്റ്റോക്കുകളെല്ലാം നമുക്കിനിയും അടുത്ത ആഴ്ചയിലും വാച്ച് ലിസ്റ്റിൽ കീപ്പ് ചെയ്യാം. അതുപോലെ നമുക്ക് കഴിഞ്ഞ ആഴ്ചയിലെ 4 ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഡാറ്റ നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. 4 ഇൻസ്റ്റിറ്റ്യൂഷൻസ് കഴിഞ്ഞ ആഴ്ചയിൽ 3932.7 ക്രോർസിൻ്റെ സെല്ലേഴ്സ് ആയിരുന്നു. അതേസമയം ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 15,961.6 ക്രോർസിൻ്റെ ബയേഴ്സും ആയിരുന്നു. നെക്സ്റ്റ് നമുക്ക് നിഫ്റ്റിയുടെ അനാലിസിസിലേക്ക് കടക്കാം. നമ്മളിപ്പോൾ കാണുന്നത് നിഫ്റ്റിയുടെ കഴിഞ്ഞ ആഴ്ചയിൽ ട്രേഡിംഗ് പാറ്റേൺ ആണ്. 20th സെപ്റ്റംബറിന് നിഫ്റ്റി ക്ലോസ് ചെയ്തിരുന്നത് 25,790 അതിനുശേഷം 23rd സെപ്റ്റംബറിന് 148 പോയിൻറ്റ്സ് ഉയർന്നും, 24th സെപ്റ്റംബറിന് 1 പോയിൻ്റ് ഉയർന്നും, 25th സെപ്റ്റംബറിന് 63 പോയിൻറ്റ്സ് ഉയർന്നും, അതിനുശേഷം 26th സെപ്റ്റംബറിന് 211 പോയിൻറ്റ്സ് ഉയർന്നും, 27th സെപ്റ്റംബറിന് 37 പോയിൻറ്റ്സ് താഴ്ന്നുമാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തത്. അന്ന് തന്നെയാണ് കഴിഞ്ഞ ഫ്രൈഡേയിൽ നിഫ്റ്റിയുടെ ലൈഫ് ടൈം ഹൈ ആയിട്ടുള്ള 26,277 എന്നുള്ള ന്യൂ ലൈഫ് ടൈം ഹൈ ടെസ്റ്റ് ചെയ്തത്. എന്തായാലും നിഫ്റ്റി കഴിഞ്ഞ വീക്കിൽ 388 പോയിൻറ്റ്സ് കൂടെ ആഡ് ചെയ്താണ് കഴിഞ്ഞ ആഴ്ചയിൽ ക്ലോസ് ചെയ്തത്. അതുപോലെ നമ്മളിപ്പോൾ കാണുന്നത് നിഫ്റ്റിയുടെ മന്ത്ലി ചാർട്ടാണ്. മന്ത്ലി ചാർട്ടിൽ നമുക്ക് കാണാൻ സാധിക്കും സെപ്റ്റംബർ മന്തിൽ നിഫ്റ്റി 943 പോയിൻറ്റ്സ് കൂടെ ആഡ് ചെയ്താണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ജൂലൈ മന്തിൽ 940 പോയിൻറ്റ്സ് ആഡ് ചെയ്ത നിഫ്റ്റി ഓഗസ്റ്റിൽ 284 പോയിൻറ്റ്സിൻ്റെ കൂടെ അഡീഷൻ നടത്തിയെങ്കിൽ ഈ മാസം വീണ്ടും നിയർലി ഒരു 1000 പോയിൻറ്റിലേക്കുള്ള അഡീഷനാണ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും ആ നിഫ്റ്റിയുടെ ഒരു അപ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വളരെ നല്ല സ്ട്രെങ്ത്തിലാണ് ഇന്ത്യൻ മാർക്കറ്റ് ഇപ്പോൾ മൂവ് ചെയ്യുന്നത് നമുക്ക് ഈ മന്ത്ലി ചാർട്ടിലെ കാൻഡിൽസിൽ നിന്ന് കാണാൻ സാധിക്കും. അതുപോലെ നിഫ്റ്റിയുടെ വീക്ക്ലി ചാർട്ടിൽ പ്രധാനപ്പെട്ട DMAs മാർക്ക് ചെയ്തിരിക്കുമ്പോൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും 200 DMA വരുന്നത് 23,046-ലും, 100 DMA വരുന്നത് 24,135-ലും, 50 DMA വരുന്നത് 24,955-ലും, 20 DMA വരുന്നത് 25,453-ലുമാണ്. അതുപോലെ ഡെയിലി ചാർട്ടിൽ നമ്മൾ പ്രധാനപ്പെട്ട സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവൽസ് മാർക്ക് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും പിവറ്റ് പോയിന്റ് വരുന്നത് 26,101-നും അതിന് മുകളിൽ റെസിസ്റ്റൻസുകളായിട്ട് 26,355, 26,531, 26,785, 27,085 എന്നീ ലെവൽസാണ്. അതേസമയം 26,101-ന് താഴെ സപ്പോർട്ട്സ് 25,711, 25,671,
25,495, 24,802, 24,336, 23,427, 22,961 എന്നീ ലെവൽസ് ആയിരിക്കും. അതുപോലെ നമ്മൾ നെക്സ്റ്റ് വീക്കിലേക്ക് ഒരു ട്രേഡിംഗ് റേഞ്ച് ഫിക്സ് ചെയ്യുമ്പോൾ അപ്പർ റേഞ്ച് 26,785ഉം ലോവർ റേഞ്ച് 25,495 ആണ്. അതേസമയം പിവറ്റ് പോയിന്റ് ആയിട്ട് നിൽക്കുക 26,101 ആയിരിക്കും. നെക്സ്റ്റ് നമുക്ക് അടുത്ത ആഴ്ചയിലെ ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജീസിലേക്ക് കടക്കാം. ഈ വീക്കിൽ സ്റ്റോക്ക് ഓഫ് ദി വീക്കായിട്ട് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് റെഫെക്സ് ഇൻഡസ്ട്രീസ് ആണ്. റെഫെക്സ് ഇൻഡസ്ട്രീസ് കഴിഞ്ഞ ദിവസത്തിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത് 573 ലെവലിലാണ്. ഈ ലെവലിന് മുകളിൽ അടുത്ത റെസിസ്റ്റൻസ് റെഫെക്സ് ഇൻഡസ്ട്രീസിന് അടുത്ത റെസിസ്റ്റൻസ് 630 ആണ്. അതുകൊണ്ട് നമുക്കൊരു റെഫെക്സ് ഇൻഡസ്ട്രീസ് അടുത്തൊരു മൂവ്മെൻറ്റ് 630 ലെവലിലേക്ക് ഒരു മൂവ്മെൻറ്റ് നമുക്ക് നടത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് നമ്മുടെ സ്റ്റോക്ക് ഓഫ് ദി വീക്ക് എന്ന് റെഫെക്സ് ഇൻഡസ്ട്രീസ് ആണ്. അതുപോലെ നമ്മുടെ ഇന്നത്തെ ട്രിപ്ലറ്റ് ടെക്നിക്കൽ പിക്കായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നാഷണൽ അലുമിനിയം ആണ്. ഈ സ്റ്റോക്ക് കഴിഞ്ഞ ദിവസത്തിൽ ഒരു ബ്രേക്കൗട്ടോടുകൂടി 206 ലെവലിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നാഷണൽ അലുമിനിയം ഈ ലെവലിന് മുകളിൽ മൂവ് ചെയ്താൽ അടുത്ത റെസിസ്റ്റൻസ് 227 ആണ്. അതുകൊണ്ട് ഇന്നത്തെ ട്രിപ്ലറ്റ് ടെക്നിക്കൽ പിക്ക് നാഷണൽ അലുമിനിയം ആണ്. അതുപോലെ നമ്മുടെ ഇന്നത്തെ സ്റ്റോക്സ് വിത്ത് ടെക്നിക്കൽ ബ്രേക്കൗട്ട് ഏതൊക്കെയാണെന്ന് നോക്കാം. ഈ സ്റ്റോക്കുകൾ ശാരദ എനർജി, എലക്ട്രോൺ എഞ്ചിനീയറിംഗ്, NBCC, NLC ഇന്ത്യ, അതുപോലെ അപ്പോളോ ട്രേഡേഴ്സ് എന്നീ സ്റ്റോക്കുകളാണ്. ഈ സ്റ്റോക്കുകളെല്ലാം വളരെ നല്ലൊരു മൂവ്മെൻറ്റിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ അടുത്ത ആഴ്ചയിൽ നമ്മുടെ വാച്ച് ലിസ്റ്റ് കീപ്പ് ചെയ്യാം. താങ്ക് യു. സെബി നൽകുന്ന രജിസ്ട്രേഷനും നിസം സർട്ടിഫിക്കേഷനും റിസർച്ച് അനലിസ്റ്റിൻ്റെ പ്രകടനത്തിന് ഒരു ഉറപ്പും നൽകുന്നില്ല. സെക്യൂരിറ്റീസ് മാർക്കറ്റുകളിലെ നിക്ഷേപം നഷ്ടസാധ്യതകൾക്ക് വിധേയമാണ്. നിക്ഷേപിക്കുന്നതിന് മുമ്പ് ബന്ധപ്പെട്ട എല്ലാ രേഖകളും ശ്രദ്ധാപൂർവം വായിക്കുക. ഇന്ന് ഉദ്ധരിച്ച സെക്യൂരിറ്റികൾ ഉദാഹരണങ്ങൾ മാത്രമാണ്, റെക്കമെൻഡേഷൻസ് അല്ല.